എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും സിനിമ ആസ്വാദകർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവ സ്വാഗതം. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ടൊവിനോ തോമസിൻ്റെ 50ാമത്തെ ചിത്രമാണ് ARM അല്ലെങ്കിൽ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയ്ക്ക് പിന്നിൽ വ്യക്തമായ ഒരു ആത്മാർത്ഥമായ ഒരു പരിശ്രമം ഉള്ള ഒരു സിനിമയാണിത്. തിയേറ്ററുകളിൽ ഒരു വിഷ്വൽ ട്രീറ്റ്മെൻ്റ് ആണ് ഈ സിനിമ നമുക്ക് നൽകുന്നത്. മിത്തുകളും നാടോടിക്കഥകളും മുത്തശ്ശിക്കഥകളും ഒക്കെ കേട്ടു വളർന്നവരെ ഒരിക്കൽ കൂടി അത്തരം കഥകളുടെ ഒരു വശ്യമനോഹരതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ സിനിമയുടെ സംവിധായകനായ ജിതിൻ ലാൽ. അതുകൂടാതെ തിരക്കഥാകൃത്തുമായ കഥയും തിരക്കഥാകൃത്തും സംഭാഷണം രചിച്ചിരിക്കുന്ന സുജിത്ത് നമ്പ്യാറും. ഇവർ രണ്ടുപേരും കൂടി നമ്മളെ ഒരു വശ്യമനോഹരതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. നമ്മ ചോദിക്കുക, കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായതെന്ന് നമ്മ എല്ലാവരും ചോദിക്കും തമാശയ്ക്ക്. അതുപോലെ ഈ സിനിമയിൽ കള്ളനാണോ പോലീസാണോ ആദ്യം ഉണ്ടായത് എന്ന് നമുക്കൊരു ചോദ്യം അല്ലെങ്കിൽ സിനിമയിൽ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ആദ്യം കള്ളനാണ് ഉണ്ടായത്, അവനെ പിടിക്കാനാണ് പോലീസ് വന്നിട്ടുള്ളത്. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു കള്ളനും പോലീസും കഥയല്ല. അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ഈ സിനിമ മുത്തശ്ശിക്കഥകളിലൂടെ കേട്ടറിഞ്ഞ മിത്തുകളുടെ ഒരു മായാലോകമാണ് ഈ സിനിമ. മോഹൻലാലിൻ്റെ വോയിസ് ഓവറോടുകൂടിയാണ് ഈ സിനിമ ആരംഭിക്കുന്നത് തന്നെ. ആദ്യം തന്നെ അതിൽ പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യജീവിതത്തെക്കുറിച്ചുമെല്ലാം മനോഹരമായി മോഹൻലാൽ വിവരിക്കുന്ന ഒരു നരേഷനാണ് സിനിമയുടെ ആദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ കഥ പറഞ്ഞു പോകുമ്പോൾ കാഴ്ചക്കാരെ നമ്മളെ കാഴ്ചക്കാരെ അതിലേക്ക് ഇംപ്രസ് ചെയ്യുന്നു, സിനിമയിലേക്ക് ഇംപ്രസ് ചെയ്യുന്നുണ്ട്. ഒരു മുത്തശ്ശിക്കഥ പോലെ ചിയോത്തിക്കാവ് എന്ന നാടിൻ്റെ മിത്തുകളിലേക്കാണ് സംവിധായകനും തിരക്കഥാകൃത്തും കൂടി നമ്മളാവുന്ന പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോരുന്നത്. ആകാശത്ത് നിന്നും പൊട്ടി വീണ ഒരു നക്ഷത്രക്കല്ലും അതിൽ നിന്നുണ്ടാക്കിയ ഒരു ക്ഷേത്രവിളക്കുമാണ് ആ ചിയോത്തിക്കാവ് എന്ന നാട്ടിലെ ഐതിഹ്യം. പ്രപഞ്ചശക്തികളാൽ നിർമ്മിക്കപ്പെട്ട വിളക്കിനെ ദൈവത്തെ പോലെ തന്നെയാണ് അവിടത്തുകാർ കാണുന്നതും ആരാധിക്കുന്നതും. ആ വിളക്കിനു പിന്നിലെ നിഗൂഢതകളും രഹസ്യങ്ങളുമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സിനിമ. തൻ്റെ കരിയറിലെ ആദ്യ ട്രിപ്പിൾ റോള് 3 റോളുകൾ മികച്ചതായി അഭിനയിച്ചിട്ടുണ്ട് ടൊവിനോ തോമസ് എന്ന് പറയുന്ന നടൻ. അതായത് ഇടയ്ക്കൽ രാജാവിൻ്റെ മാനം കാത്ത വീരൻ കുഞ്ഞിക്കേളു ഒന്നാമത്തെ കഥാപാത്രം, രണ്ടാമത് ചിയോതിക്കാവിൻ്റെ ഉറക്കം കെടുത്തുന്ന പെരുങ്കള്ളനായ മണിയൻ, മൂന്നാമത്തത് ആ കള്ളൻ്റെ കൊച്ചുമകൻ എന്ന ആ വിളിപ്പേര് അതുമായി ചുമന്ന് നടക്കുന്ന അജയൻ എന്ന് പറയുന്ന മറ്റൊരു കഥാപാത്രം. ഈ 3 പേർക്കും തുല്യമായ പ്രാധാന്യം ഈ സിനിമയിലുണ്ട്. അതിലൊരു പടി മുന്നിൽ നിൽക്കുക മണിയനാണ്. അതായത് നാടിനെ ജയിച്ച കള്ളൻ എന്നാണ് തൻ്റെ ഭർത്താവായ മണിയനെ ഭാര്യ മാണിക്യം വിശേഷിപ്പിക്കുന്നത്. ഭാര്യ എന്ന് പറയുന്നത് സുരഭി ലക്ഷ്മിയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഒരു സസ്പെൻസാണ്. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ സിനിമയിലെ മുഴുവൻ ത്രെഡ് അങ്ങോട്ട് പോകും. അതുകൊണ്ട് അത് പറയുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ സിനിമ കാണുമ്പോൾ വല്ലാത്തൊരു എനർജി, ഒരു പ്രത്യേക ഒരു മണിയൻ്റെ പ്രേതം കുടികൊണ്ട പോലെ ടൊവിനോ തോമസ് മണിയനെ അവതരിപ്പിക്കുക. നമ്മൾ അന്യനിലൊക്കെ കണ്ട പോലെ മുടിയൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ട് മുറുക്കി ചുവപ്പ് കൊമ്പമേശൊക്കെ പിരിച്ച് ഒരു പ്രത്യേകമായ രീതിയിലാണ് മണിയനായിട്ടും ശരിക്കും ഒരു മണിയനായിട്ട് അങ്ങോട്ട് വിലസുകയാണ് ആ ഫുള്ള് സ്ക്രീനിൽ ടൊവിനോ തോമസ്. മണിയൻ്റെ ഒരു വിഹാര താണ്ഡവമാണ് ആ സിനിമയിൽ നമ്മൾ കാണുന്നത്. 3 കഥാപാത്രങ്ങൾക്കും അവരുടേതായ ഒരു ഷെയ്ഡ് നൽകിയിട്ടുണ്ടെങ്കിലും മണിയനാണ് കൂടുതൽ മികച്ചു നിൽക്കുന്നത്. തൻ്റെ കരിയറിലെ അതായത് 50ാമത്തെ സിനിമയായ ടൊവിനോ തോമസിൻ്റെ 50ാമത്തെ സിനിമയായ ഇതിലെ ഗംഭീര പ്രകടനമാണ് ഇതിൽ ഓരോ കഥാപാത്രം ആയിട്ട് ടൊവിനോ വരുമ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഒട്ടുമിക്ക സംശയത്തിന് ഇടമില്ലാതെ പറയാനായിട്ട് സാധിക്കും. എതിരാളികളെ നിമിഷ നേരം കൊണ്ട് നിലംപരിശാക്കുന്ന കേളുവെന്ന പോരാളി
അതുകൂടാതെ കാറ്റിൻ്റെ വേഗത്തിൽ കവർന്നെടുക്കേണ്ടതെല്ലാം കവർന്ന് ഒരു കൺകെട്ട് വിദ്യക്കാരനെ പോലെ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒരു മണിയനെയും പിന്നെ അച്ഛനപ്പൂപ്പന്മാരുടെ വീരകഥകളും പേരുദോഷങ്ങളൊക്കെയുമായി ജീവിതത്തിൻ്റെ ബാധ്യതകളായി. ആ ബാധ്യതകൾ, ആ പേരുദോഷം, കള്ളനെന്ന പേരുദോഷം ബാധ്യതകളായി ചുമക്കേണ്ടി വന്ന നിസ്സഹായനായ മറ്റൊരു കഥാപാത്രം, അജയൻ എന്ന കഥാപാത്രം. ഈ 3 കഥാപാത്രങ്ങളെയും തീർത്തും വ്യത്യസ്തമായ രീതിയിൽ, നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ടൊവിനോ തോമസ്. അത് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആക്ഷൻ സീനുകളൊക്കെ പറയേണ്ട ഒരു പ്രത്യേകമായ ഒരു അതിൽ ജീവിക്കുകയാണ് അവർ. 2 കളരിപ്പയറ്റ് സീനുകളൊക്കെ ഉണ്ട്. അതെല്ലാം നല്ല രീതിയിൽ പെർഫെക്ഷനോടും മെയ്വഴക്കത്തോടും കൂടി നല്ല അഭിനയ മുഹൂർത്തങ്ങളോടും കൂടിയിട്ട് തൻ്റെ കഥാപാത്രങ്ങളെ നല്ല രീതിയിൽ മികച്ചതാക്കിയിട്ടുണ്ട് ടൊവിനോ തോമസ്. മറ്റൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ, തൻ്റെ ആദ്യത്തെ ചിത്രം തന്നെ ഇത്രയും മികവോടെ ഒരുക്കിയ സംവിധായകൻ ജിതിൻ ലാലിലും നമ്മൊരു കയ്യടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് മിത്തുകളും കഥകളും ഉപകഥകളും ഇഴപിടിഞ്ഞു കിടക്കുന്ന ചിയോദിക്കാവിൻ്റെ കഥയെ അത്രയേറെ കയ്യടക്കത്തോടെ ജിതിൻ ലാൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞു, സുരഭി ലക്ഷ്മി ഇതിൽ 2 റോളുണ്ട്. അതായത് മണിയൻ്റെ ഭാര്യ ആയിട്ട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ അജയൻ്റെ മുത്തശ്ശിയുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് 2 റോളും. പിന്നെ കൃതി ഷെട്ടി എന്ന് പറയുന്ന ഒരു നായികയുണ്ട്. അത് അജയൻ്റെ കാമുകിയായിട്ട് അവർ നല്ല രീതിയിൽ കോംബോ ആണ്, നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം, സുരഭി ലക്ഷ്മിയും മാണിക്യനും തമ്മിലുള്ള ആ യൗവനത്തിൻ്റെ കാലഘട്ടത്തിലുള്ള അവരുടേതായ റൊമാൻറ്റിക് ആ സീനുകൾ എന്തു ഭംഗിയായിട്ടാണ്. അവരുടെ കണ്ണുകളിൽ ആ തിളക്കം, പ്രത്യേകമായ ഒരു അഭിനയ പാടവമാണ് അവരത് കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ ഈ ഭരതൻ്റെയും പത്മരാജൻ്റെയും കഥാപാത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവർ കഥാപാത്രങ്ങളെ നല്ല രീതിയിൽ പെർഫോം ചെയ്യിക്കുന്ന 2 സംവിധായകരാണ് അവർ. അതുപോലെയാണ് ഇതിൽ സുരഭി ലക്ഷ്മിനെ കൊണ്ട് മാണിക്യനും അവർ തമ്മിലുള്ള ആ കോംബോ സീനും ആ റൊമാൻറ്റിക് സീനും ആ പ്രണയ രംഗങ്ങളും എല്ലാം നല്ല രീതിയിൽ അഭിനയിച്ചിട്ട് ഉണ്ട് ഈ സിനിമയിൽ. അതുകൂടാതെ രോഹിണി നമുക്ക് അറിയാൻ പറ്റും, മിക്ക സിനിമകളിൽ ഒരു ദുഃഖ കഥാപാത്രമാണ് രോഹിണി. അതുപോലെ രോഹിണിയും ഇതിലൊരു മുഴുനീള കഥാപാത്രം, അതായത് അജയൻ്റെ അമ്മയായിട്ട് ഒരു ദുഃഖ കഥാപാത്രം തന്നെയാണ് ഇതിലുള്ളത്. അതുകൂടാതെ ജഗദീഷും ഉണ്ട്. എല്ലാ അഭിനേതാക്കൾക്കും നല്ല റോളാണ് കിട്ടിയിരിക്കുക. അവരുടേതായ റോളുകൾ എല്ലാവരും നല്ല രീതിയിൽ ഭംഗിയായി അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ നിന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ ഹൃദയം കൂടി ആ ടൊവിനോ തോമസ് എന്ന കള്ളൻ മോഷ്ടിച്ചിരിക്കും. കാമ്പുള്ള കഥയും അതിനൊത്ത തിരക്കഥയുമാണ് ഈ സിനിമയുടെ നട്ടെല്ല് എന്ന് നമുക്ക് ചുരുക്കി പറയാം. സംഭാഷണങ്ങളിലും കയ്യടക്കവും കഥാപാത്രങ്ങളുടെ കെട്ടുറപ്പും ഈ സിനിമയുടെ ഒരു ചാരുതയാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് തീർച്ചയായിട്ടും കാണാം. ആ സൗണ്ട് ക്വാളിറ്റി, ആ പിക്ചർ പെർഫോമൻസ് എല്ലാം കൂടും ഒരു മികച്ച സിനിമയാണ്. തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണിത്. അപ്പോൾ ഓണത്തിന് നമ്മളുടെ മക്കളുമായി അല്ല കുടുംബങ്ങളുമായി തീർച്ചയായും പോയി കാണാൻ പറ്റിയ ഒരു സിനിമയാണിത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. എനിക്ക് എൻ്റെ മനസ്സിലുള്ള പ്രേക്ഷകന് ഈ സിനിമ എങ്ങനെ തോന്നി എന്നത് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് മറ്റുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ എൻ്റെ എന്നിലുള്ള ഒരു പ്രേക്ഷകന് ഈ സിനിമ തൃപ്തികരമായിട്ടുണ്ട്. അത് നിങ്ങളുമായി ഷെയർ ചെയ്തു എന്ന് മാത്രം.